നിങ്ങളുടെ സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ 5, 6 തീയതികളിൽ കേരള കർഷക സംഘം തൃശൂർ ജില്ലാ സമ്മേളനം ചേലക്കരയിൽ നടക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകുന്നതിന്റെ ഭാഗമായാണ് കേരള കർഷക സംഘം തൃശൂർ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 5, 6 തീയതികളിൽ ചേലക്കരയിൽ നടക്കുന്നത്. ഗവൺമെന്റുകളുടെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ കിസാൻ സഭയെ അതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരള കർഷക സംഘം. ഞങ്ങൾ നടത്തിയിട്ടുള്ള നിരവധിയായ പോരാട്ടങ്ങളുടെയും സമരത്തിന്റെയും ഭാഗമായിട്ടാണ് ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ രൂപപ്പെടുത്തുന്നതിനു വേണ്ടി കർഷക പ്രസ്ഥാനം നടത്തിയ സമരം. അങ്ങനെയാണ് 57-ലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അതിനുവേണ്ടിയുള്ള നടപടിയെടുത്തത്. ജന്മിത്വം നാടുവാഴിത്തം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ സമരങ്ങൾക്ക് മഹാനായ സഖാവ് AKGയുടെ നേതൃത്വത്തിൽ കർഷക പ്രസ്ഥാനം നടത്തിയ പോരാട്ടം കുടിയൊഴിപ്പിക്കലിനെതിരെ നടത്തിയത്. അങ്ങനെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ ബ്രിട്ടീഷുകാർ നാടുവിട്ടു പോവുക എന്ന ദേശീയ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കൃഷിക്കാരെ കൂടി അണിനിരത്താൻ വലിയ പങ്കാണ് AIKS വഹിച്ചത്. അങ്ങനെ 1936 ഏപ്രിൽ 11 ലക്നൌവിൽ വെച്ചാണ് AIKS രൂപീകരിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൽ അതുവരെ സ്വാതന്ത്ര്യ സമരത്തെ പറഞ്ഞിരുന്ന പേര് നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലേ? ഞായറാഴ്ച കോൺഗ്രസ് എന്നാ പറഞ്ഞിരുന്നു. കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വക്കീലന്മാർക്കും ഒഴിവുള്ള ദിവസം ഞായറാഴ്ച കൂടിയിരുന്ന് ബ്രിട്ടീഷുകാർ നാടുവിട്ടു പോകണമെന്ന പ്രമേയമാണ് പാസ്സാക്കിയിരുന്നത്. അതൊരു ജനകീയ പ്രക്ഷോഭമായി മാറാൻ സാധിച്ചത് കൃഷിക്കാർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തൊഴിലാളികളെ എല്ലാം അണിനിരത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയപ്പോഴാണ് അല്ലേ? അങ്ങനെയാണ്. സെപ്റ്റംബർ 5, 6 തീയതികളിൽ MSN ഓഡിറ്റോറിയത്തിലെ KV രാമകൃഷ്ണൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. കർഷക സംഘം സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സമ്മേളന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 6 വൈകിട്ട് 3 മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വച്ച് പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച ചേലക്കര ബസ് സ്റ്റാൻഡ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വച്ച് വന്യജീവി ആക്രമണവും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കും. വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അശോക് രാജ്, വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ P. വിനോദ് എന്നിവർ സെമിനാറിൽ വിഷയാവതരണം നടത്തും. സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ പങ്കെടുത്ത സംഘാടക സമിതിക്ക് ശേഷം ഈ നിമിഷം വരെ യൂണിറ്റ് തലത്തിലുള്ള സംഘാടക സമിതി വരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓണം കഴിഞ്ഞതോടുകൂടി ഇനിയും സജീവമായി ഒട്ടേറെ ചുമരെഴുത്ത് ഉൾപ്പെടെയുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യും. ഇതിൻ്റെ പ്രചരണം വലിയ തോതിലാണ് ജില്ലാ സമ്മേളനത്തിലെ പ്രചരണം നിലയ്ക്ക് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വിവിധ സെമിനാറുകൾ, ആ സെമിനാറുകൾ നമ്മുടെ ചേലക്കര മണ്ഡലത്തിലെ കർഷകർക്ക് ഗുണം കിട്ടുന്ന വിഷയങ്ങളാണ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ സെമിനാറിൽ ധാരാളം കർഷകരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിനകത്ത് സംവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് പോയിട്ടുണ്ട്. അതിലിവിടെ ഈ സമ്മേളനം നമ്മുടെ നാട്ടിലെ കർഷകർക്ക് വലിയ ഗുണം കിട്ടുന്ന രീതിയിലെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ കൂടിയാണ്. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി, പ്രസിഡന്റ് PR വർഗീസ്, സ്വാഗത സംഘം ചെയർമാൻ UR പ്രദീപ് MLA, ജനറൽ കൺവീനർ PA ബാബു, ട്രഷറർ KP ഉമാശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമ്മേളന പരിപാടികൾ ഏകോപിപ്പിക്കുന്നത്. ചേലക്കര കർഷക സംഘം ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ UR പ്രദീപ് MLA, PA ബാബു, EK നന്ദകുമാർ, TN പ്രഭാകരൻ, ശിജിത വിജീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV. അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം.